താണ്. കർമ്മങ്ങൾക്കെല്ലാം കാരണമുണ്ട്. എന്നാൽ എല്ലാ കാരണങ്ങളും കർമ്മങ്ങളാകുന്നില്ല. കർമ്മം ചെയ്യുമ്പോഴെല്ലായ്പ്പോഴും അതിൽ ഫലത്തിന്റെ ആഗ്രഹവും കൂടി ചേർന്നിരിക്കുന്നതാണ്. മനുഷ്യനെപ്പോഴും സുഖവും സമ്പത്തും പ്രശംസയും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കർമ്മങ്ങൾ ഫലങ്ങളുമായി ബന്ധിക്കപ്പെട്ടതായിരിക്കും. ഒരു കർമ്മം നിർവഹിക്കപ്പെടുന്നത് ഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അതിനെ സകാമ കർമ്മയോഗം എന്ന് പറയുന്നു. മറിച്ചൊരു കർമ്മം നിർവഹിക്കുന്നത് യാതൊരു ഫലവും പ്രതീക്ഷിക്കാതെയാണെന്നുണ്ടെങ്കിൽ അത് നിഷ്കാമ കർമ്മയോഗം എന്നറിയപ്പെടുന്നു. ഇക്കാരണം കൊണ്ടുതന്നെയാണ് മനുഷ്യർക്ക് വീണ്ടും വീണ്ടും ജന്മമെടുക്കേണ്ടി വരുന്നത്. വാസ്തവത്തിൽ മനുഷ്യരെ കർമ്മങ്ങളല്ല ഇങ്ങനെ ബന്ധിച്ചിരിക്കുന്നത്. ആ കർമ്മവുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങളാണ് അവനെ ബന്ധിച്ചിരിക്കുന്നത്.